തലമുടിയിലേറെ ഉയരം, തള്ളി നിൽക്കുന്ന മസ്തകം, ഉയർന്ന തലക്കുനി, മസ്തകത്തിൽ കൂട്ടിയടിക്കുന്ന ചെവികൾ, വണ്ണമില്ലെങ്കിലും തെല്ലകന്ന കൊമ്പുകൾ, നിലത്തിഴയുന്ന തുമ്പിക്കൈ. മാതംഗലീലയിൽ ലക്ഷണമൊത്താനയ്ക്ക് 18 നഖമാണെങ്കിൽ തൃക്കടവൂർ ശിവരാജുവിന് 20 നഖങ്ങൾ. ഗജശാസ്ത്ര ലക്ഷണങ്ങൾക്കൊത്ത സൗന്ദര്യവും കായബലവുമുള്ള തൃക്കടവൂർ ശിവരാജു ഇക്കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജരാജരത്നം പട്ടം ഏറ്റുവാങ്ങി. ഇപ്പോ 50 വയസ്സുള്ള ശിവരാജുവിന്റെ സേവനവും പ്രത്യേകതകളും കണക്കിലെടുത്താണ് ബോർഡ് ഗജരാജരത്ന പട്ടം നൽകിയത്. കൊല്ലം അഞ്ചാലുംമൂട് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് ശിവരാജു. കഴുത്തുമണിയും നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും അടക്കം ആനച്ചമയങ്ങളെല്ലാം അണിഞ്ഞ് മസ്തകം ഉയർത്തി നിന്ന കൊമ്പന് ബോർഡ് ആസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പഞ്ചവാദ്യവും പുഷ്പവൃഷ്ടിയുമായി രാജകീയ സ്വീകരണമായിരുന്നു. പ്രൗഢോജ്വലമായ ഗജരാജ ആദരവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ഗജരാജരത്നം എന്നെഴുതിയ ചെമ്പിൽ തീർത്ത മാല ആനയെ അണിയിച്ചു. കരക്കാരും കാണികളും ആർപ്പോ വിളിച്ചു. പാപ്പാൻ കെ ഗോപാലകൃഷ്ണൻ നായരെയും ആദരിച്ചു. ശിവരാജുവിനെ കാണാനും സെൽഫി എടുക്കാനും ആനപ്രേമികളുടെ തിരക്കും പറയാതിരിക്കാൻ വയ്യ. ഉത്സവ എഴുന്നള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കൊമ്പന്മാരിൽ ഒന്നാണ് ശിവരാജു. 2020 ഫെബ്രുവരി മാസത്തിൽ ചാത്തിനംകുളം ക്ഷേത്ര കമ്മിറ്റി ശിവരാജുവിനെ 3,19,000 രൂപയ്ക്കാണ് ലേലമുറപ്പിച്ചത്. ദേവസ്വം ബോർഡിന്റേതല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പ്രതിഫലവും മറ്റു ചിലവുകളും ഉൾപ്പെടെ 3 ലക്ഷം രൂപ. ബോർഡ് ക്ഷേത്രങ്ങളിൽ 50,000 രൂപയാണ് ശിവരാജുവിന് പ്രതിഫലം. 1973 കോന്നി റേഞ്ചിലെ അട്ടത്തോടിയിലെ ഒരു കിടങ്ങിൽ നിന്നാണ് ആനക്കുട്ടിയെ വനംവകുപ്പിന് ലഭിച്ചത്. 30 വർഷം മുൻപ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്ര ദേവസ്വത്തിലെ 8 കരക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് കോന്നി ആന വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി നടക്കിരുത്തി. ഇന്ന് ബോർഡിന്റെ 26 ആനകളിൽ തലയെടുപ്പിലും ബുദ്ധിയിലും കേമനാണ് ശിവരാജു. ഉമയനെല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആനവാൽ പിടിയിൽ വർഷങ്ങളായി പങ്കെടുക്കുന്ന ശിവരാജു ക്ഷമയുടെ പ്രതിരൂപവുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.